സംഭാവനക്കൊള്ള പാർലമെന്റിൽ ഉയർത്താൻ പ്രതിപക്ഷം. നാളെ രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ കക്ഷി നേതാക്കളുടെ യോഗം ചേരും. CJP സമരത്തിൽ പതറിയ BJP അയോധ്യ വിഷയത്തിൽ കടന്നാക്രമിക്കാനാണ് കോൺഗ്രസ് നീക്കം. അതിനിടെ പൊതുപരീക്ഷാ ബിൽ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ബില്ലുമായി പ്രതിപക്ഷം സഹകരിച്ചേക്കും. ശരത് ലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, എന്തായാലും നാളെ പാർലമെന്റ് ചേരുമ്പോൾ പ്രതിപക്ഷത്തിന് വലിയൊരു മേൽക്കൈ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP വലിയ പ്രതിരോധത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളിൽ. അപ്പോൾ ഇതേപോലെ സമാനമായ ഒരു സംഭവമാണ് അയോധ്യ കേസ് എന്നുള്ളത്. അതിൽ ഏത് രീതിയിലാണ് ഇനി BJPയെ പ്രതിരോധത്തിലാക്കാൻ പ്രതിപക്ഷത്തിന്റെ നീക്കം? സ്വാതി, പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ ഒരു അവസരം എന്ന് തന്നെ പറയാൻ. ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ വിക്കറ്റ് വീണ് കഴിഞ്ഞു. ഇനി അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ വിക്കറ്റ് വീണ സാഹചര്യത്തിൽ അടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരെയുള്ള ആക്രമണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ, അത് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. അതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അയോധ്യയിലെ സംഭാവനക്കൊള്ള. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയപ്പോൾ തന്നെ സമാജ്വാദി പാർട്ടി ഇത് ഉന്നയിക്കാൻ ശ്രമിച്ചതാണ്. എന്നാൽ ആ പാർട്ടികളുടെ സമരം അതൊക്കെ വിഴുങ്ങിക്കളഞ്ഞു എന്നതാണ് വസ്തുത. എന്നാൽ ഇപ്പോൾ സമരം വിജയിച്ചിരിക്കുന്നു. ഈ നാളെ നടക്കുന്ന പാർലമെൻറ്റിൽ ഈ അയോധ്യ സംഭാവനക്കൊള്ള ഉന്നയിച്ചുകൊണ്ട് BJPയെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. അതിനുള്ള ഒരു ഫ്ലോർ കോഡിംഗ്, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും യോജിച്ചുള്ള പ്രവർത്തനം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം നീക്കം എന്നതിനിട്ട് ആലോചിക്കാനാണ് പ്രതിപക്ഷ നേതാക്കളുടെ യോഗം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വിളിച്ചിരിക്കുന്നത്. പാർലമെന്റ് അനക്സിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഓഫീസിൽ വെച്ചായിരിക്കും യോഗമെന്നാണ് ഇപ്പോഴത്തെ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും ഏത് തരത്തിലാണ് അടിയന്തര പ്രമേയം വേണമോ അല്ലെങ്കിൽ അതല്ല ചർച്ച വേണമോ എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം വരിക. അയോധ്യ പ്രശ്നം അതായത് ദീർഘനേരം കത്തിച്ച് നിർത്തുന്നത് പ്രതിപക്ഷത്തിൽ ഏറ്റവും പ്രധാനമുള്ള സമാജ്വാദി പാർട്ടിയുടെ ആവശ്യമാണ്. സമാജ്വാദി പാർട്ടി UPയിൽ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും വലിയ ഒരു പ്രചരണ ആയുധമാണ് അയോധ്യക്കൊള്ള. അതുകൊണ്ട് തന്നെ അത് ലോക്സഭയിൽ അക്കാര്യത്തിൽ രാജ്യസഭയിലും ലോക്സഭയിലും സമാജ്വാദി പാർട്ടി വളരെ വലിയ രീതിയിൽ തന്നെ ഇത് ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഒരു കാര്യം വളരെ പ്രധാനമുണ്ട്. കാരണം ഇവിടെ മറ്റു പ്രതിപക്ഷ കക്ഷികൾ, അതായത് DMK, മറ്റു പ്രതിപക്ഷ കക്ഷികൾ, അതായത് ഇന്ത്യ സഖ്യത്തിലെ നിലവിൽ അംഗമല്ലാത്ത DMKയും അതേപോലെ തന്നെ ആം ആദ്മി പാർട്ടിയും ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. സ്വാതി. ശരത് ലാൽ, അതിനിടെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പൊതുപരീക്ഷാ ബില്ലും നാളെ അവതരിപ്പിക്കും. അപ്പോൾ അതിൽ പ്രതിപക്ഷം സഹകരിക്കും എന്നുള്ള വിവരം കൂടിയാണല്ലോ ഈ സമയത്ത് പുറത്തേക്ക് വരുന്നത്. അതിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനം അത്തരത്തിൽ തന്നെയാണോ? പ്രതിപക്ഷത്തിലെ കക്ഷികളൊക്കെ തന്നെ വ്യത്യസ്തമായ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. കാരണം പരീക്ഷാ പേപ്പർ ചോർച്ച, നീറ്റ് പരീക്ഷ, അത് സർക്കാർ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദത്താൽ എടുത്ത നടപടിയാണ്, അല്ലെ പാറ്റാ സമരത്തിൻ്റെ സമ്മർദ്ദത്താൽ എടുത്ത നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരൊരു ബില്ല് കൊണ്ടുവരുന്നത് പ്രതിപക്ഷത്തിൻ്റെയും അല്ലെങ്കിൽ പാറ്റാ സമരത്തിൻ്റെയും ഒക്കെ ഒരു ഫലമാണ് എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ രാഹുൽ ഗാന്ധിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ സർക്കാരിനെ പിന്തുണക്കും. പക്ഷേ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ബില്ലിലെ വ്യവസ്ഥകളിൽ 2-3 വ്യവസ്ഥകളിൽ പ്രതിപക്ഷത്തിന്, പ്രത്യേകിച്ചും DMK, CPM അടക്കമുള്ള പ്രതിപക്ഷത്തിന് ചില റിസർവേഷനുണ്ട്. കാരണം സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾക്ക് കയ്യേറ്റമുള്ള 2 വകുപ്പുകൾ ഇതിലുണ്ട്. അത് ഒന്ന്, സംസ്ഥാനത്തിൻ്റെ അനുമതി കൂടാതെ തന്നെ സ്പെഷ്യൽ ടാസ്ക് വെച്ച് അന്വേഷിക്കാനുള്ള NIAക്ക് പുറമെ സ്പെഷ്യൽ ഫോഴ്സിനെ വെച്ച് അന്വേഷിക്കാനുള്ള അധികാരം. നമ്പർ 2, കോടതികൾ സ്ഥാപിക്കാനുള്ള അധികാരം. നമ്പർ 3 പ്രോസിക്യൂട്ടറെ നിയമിക്കാനുള്ള അധികാരം. ഇതിലൊക്കെ കേന്ദ്രത്തിന് കൂടി അവകാശം വരുന്ന ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. അതിൽ ചില റിസർവേഷനുകൾ പ്രതിപക്ഷത്തിനുണ്ട്. എന്നാൽ മൊത്തത്തിൽ ബില്ലിന് അനുകൂലമാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. സ്വാതി.